നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനങ്ങളിൽ ഒരാളാണ് ഈ പറയുന്ന ആര്യ എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അതായത് 10 വർഷം പിണറായി ഭരണകാലത്ത് കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞ പ്രധാനപ്പെട്ട സഖാക്കന്മാരിൽ ഒരാൾ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പലപ്പോഴും ഈ പറയുന്ന ആര്യയെ പലയിടങ്ങളിൽ നിന്നും കാണാതായിട്ടുമുണ്ട്. പല സമയങ്ങളിലും അവർ ഒളിച്ചിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് DYFI അടക്കം നടത്തുന്ന പരിപാടികളിൽ സജീവമായിട്ട് ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. എന്തിനാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉത്തരമില്ല. പക്ഷെ ഇപ്പോഴൊരു നിർണായക തീരുമാനം വന്നിരിക്കുകയാണ്. DYFI സംസ്ഥാന പ്രസിഡന്റായി CPM പുതിയൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത. ഇതിനു വേണ്ടി തന്നെ ആദ്യമേ ആര്യ കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു എന്നുള്ള സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കണക്കുകൂട്ടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിഴച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ DYFIന്റെ സംസ്ഥാന പ്രസിഡന്റായി പുതിയൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതും വനിതയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ആര്യയ്ക്ക് സ്ഥാനമില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പകരം വന്നിരിക്കുന്നത് നമ്മുടെ ചിന്താ ജെറോമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രമുഖ യുവ വനിതാ നേതാവുമായിട്ടുള്ള ചിന്താ ജെറോമിനെയാണ് ഇപ്പോൾ പുതിയ DYFI സംസ്ഥാന പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയായി കല്യാശ്ശേരി MLAയും മുൻ SFI നേതാവുമായ M വിജിനെയും നിശ്ചയിക്കാൻ കോട്ടയത്ത് ചേർന്ന ഉന്നത നേതൃത്വം അന്തിമ തീരുമാനമെടുത്തു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരിച്ചടിയായിക്കൊണ്ടാണ് ഇത്തരത്തിൽ DYFI സംസ്ഥാന നേതൃത്വത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ ശക്തമാണ്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള ആര്യയുടെ നീക്കങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് കടുത്ത തടയിട്ടത് എന്നുള്ളതാണ് സൂചനകൾ. അതോടെ ആര്യയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞു. ഒടുവിൽ DYFI സംസ്ഥാന പ്രസിഡന്റായ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രമുഖ യുവ വനിതാ നേതാവുമായ ചിന്താ ജെറോമിനെയും സെക്രട്ടറിയായി കല്യാശ്ശേരി MLAയെയും മുൻ SFI നേതാവുമായിട്ടുള്ള M വിജയനെയും നിശ്ചയിക്കാൻ കോട്ടയത്ത് ചേർന്ന ഉന്നത നേതൃത്വ യോഗം അന്തിമ തീരുമാനമെടുത്തു എന്നുള്ളതാണ് സൂചനകൾ. തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതിന് പിന്നാലെ DYFIയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് വരാൻ ആര്യ ഒരുപാട് ശ്രമിച്ചിരുന്നുവെങ്കിലും അതിനുള്ള പിന്തുണകൾ വലിയ രീതിയിൽ ലഭിച്ചിരുന്നുവെങ്കിലും ചില പ്രമുഖ നേതാക്കളും വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ പാഴായി പോയി എന്നുള്ളതാണ് ഇത്തരം ഒരു തീരുമാനം എന്നുള്ള സൂചന പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. സംഘടനാ മികവും യുവ മുഖമെന്ന പ്രതിച്ഛായയെയും മുൻനിർത്തി ആര്യയെ പ്രസിഡന്റ് ആക്കാനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ആവശ്യത്തോട് തികഞ്ഞ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിയതെന്നാണ് സൂചന. സംഘടനാ രംഗത്തെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും കുറവാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടി ആര്യയുടെ പേര് MV ഗോവിന്ദൻ നിരാകരിച്ചു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലമായി സജീവമായി നിൽക്കുന്ന ചിന്താ ജെറോമിനെ തള്ളി ആര്യയെ പ്രതിഷ്ഠിക്കുന്നത് പാർട്ടിയിൽ തെറ്റായ സന്ദേശം നൽകുന്ന ആണ് എന്ന് MV ഗോവിന്ദൻ നിലപാടെടുത്തു. ഗോവിന്ദന്റെ കടുത്ത എതിർപ്പോടെ ആര്യയ്ക്കായി രംഗത്തിറങ്ങിയ മുതിർന്ന നേതാക്കൾ പോലും നിശബ്ദരായി മാറി നിന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതോടെ കൊല്ലത്തു നിന്നുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിന് പ്രസിഡന്റ് പദവിയിലേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചിന്തയുടെ പേരിന് MV ഗോവിന്ദൻ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. മുൻപ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അധ്യക്ഷ എന്ന നിലയിൽ പ്രവൃത്തി പരിചയം ചിന്തയ്ക്ക് അനുകൂല ഘടകമായി മാറിയെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കല്യാശ്ശേരിയിൽ നിന്നുള്ള 2ാം തവണ MLA ആയിട്ടുള്ള M വിജിൻ എത്തുന്നത് സംഘടനാ മികവ് മുൻനിർത്തി തന്നെയാണ് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ വിജിൻ കാഴ്ചവെച്ച മികച്ച പ്രകടനവും അണികളെ ഏകോപിപ്പിക്കാനുള്ള കഴിവുമാണ് DYFIയുടെ അമരത്തേക്ക് വഴി തുറന്നു വിടാൻ കാരണമായിരിക്കുന്നതെന്നാണ് സൂചന. നേതൃമാറ്റത്തിൽ പാർട്ടി കർശനമായി നടപ്പിലാക്കിയിട്ടുള്ള 38 വയസ്സെന്ന പുതിയ പ്രായപരിധി നിബന്ധന വിജിന്റെ പേര് ഉറപ്പാക്കുന്നതിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. 38 വയസ്സ് പൂർത്തിയായ മുതിർന്ന ഭാരവാഹികളെ മുഴുവൻ ഒഴിവാക്കി പുതിയ നിരയെ കൊണ്ടുവരാനാണ് MV ഗോവിന്ദന്റെ നിർദ്ദേശം. പ്രായപരിധിയിൽ ഇളവുണ്ടായേക്കുമെന്ന് കരുതിയ പല മുതിർന്ന യുവജന നേതാക്കളുടെയും പ്രതീക്ഷകളാണ് ഇതോടെ അസ്തമിച്ചതെന്നും പറയാതെ വയ്യ. DYFI ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സായി നിജപ്പെടുത്തിയ MV ഗോവിന്ദന്റെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് രൂക്ഷമായ അമർഷവും വിമർശനങ്ങളും ഉയരുന്നുവെങ്കിലും അതാണിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്.
പരിചയസമ്പന്നന്മാരായ നേതാക്കളെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നത് സംഘടനയെ ദുർബലപ്പെടുത്തുമെന്നും തീരുമാനം ഏകപക്ഷീയമാണ് എന്നുള്ള വിമർശനങ്ങളും ഇതോടൊപ്പം തന്നെ ഉയരുന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും പ്രായപരിധി മാറ്റമില്ലാതെ തുടരുമെന്ന കടുത്ത നിലപാടിൽ സംസ്ഥാന സെക്രട്ടറി ഉറച്ചു നിൽക്കുന്നു എന്നാണ് സൂചനകൾ. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാകും പുതിയ ഭാരവാഹികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം. അടുത്ത 3 വർഷത്തേക്കുള്ള പുതിയ പ്രവർത്തന പ്ലാനുകൾക്കും നയരേഖകൾക്കും സമ്മേളനം രൂപം നൽകിയേക്കും. സാധാരണയായി 3 വർഷം കൂടുമ്പോഴാണ് നേതൃമാറ്റം ഉണ്ടാകാറുള്ളതെങ്കിലും ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കാൻ 4 വർഷത്തോളം കാലതാമസം എടുത്തിട്ടുണ്ട്. 2022 പത്തനംതിട്ട സമ്മേളനത്തിൽ ചുമതലയേറ്റ VK സനോജും വസീഫും കാലാവധി പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ് ചിന്തയുടെയും വിജിന്റെയും നേതൃത്വത്തിൽ പുതിയ ടീം എത്തുന്നത്. വർത്തമാനകാല രാഷ്ട്രീയം വെല്ലുവിളികളെ നേരിടാൻ യുവജന പ്രസ്ഥാനത്തെ കൂടുതൽ ആക്രമണകാരികളാക്കാനും തെരുവുകളിൽ സജീവമാക്കാനും പുതിയ നേതൃത്വത്തിന് സാധിക്കുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. എന്തായാലും ആര്യ രാജേന്ദ്രനെ വെട്ടി ചിന്താ ജെറോമിനെ പ്രതിഷ്ഠിച്ചു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിൽ പാർട്ടിക്കുള്ളിലുള്ള വിയോജിപ്പ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എന്താകും എന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ആര്യയ്ക്ക് സ്കോപ്പ് കുറവാണ് എന്നുള്ളതാണ് സൂചനകൾ ലഭ്യമാകുമ്പോൾ വ്യക്തമാകുന്നത്.